ഹായ് ഫ്രണ്ട്സ്, സജിനയാണ്. ഇന്ന് നമ്മൾക്ക് നാടൻ ഞണ്ട് തേങ്ങാപ്പാൽ കറി ഉണ്ടാക്കാം. നല്ലൊരു സൂപ്പർ കറിയാണ്. ഞണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ജീവനുള്ള ഞണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് കാലൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു കത്തി കൊണ്ടോ ചെറിയ കല്ലുകൊണ്ടോ ഒക്കെ നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ചെറിയ ചെറിയ കാലുകളൊക്കെ എടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് 2 വലിയ സവാള, 6 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 6 വെളുത്തുള്ളി, 2 തക്കാളി, ഇത്രയും നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇനി പൊടികൾ 4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി. ഇത്രയാണ് നമ്മൾ പൊടികളായിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് ചൂട് കെട്ടിയുള്ളൊരു പാത്രം എടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇത്തിരി അധികം ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇഞ്ചി ഒന്ന് ഇതിലേക്കിട്ടിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ, പിന്നെ വെളുത്തുള്ളി ചേർക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണേ. നല്ല സൂപ്പർ ഞണ്ട് കറി കേട്ടോ, നല്ല രുചിയാണ്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഇച്ചിരി കനം കൂടിയതായാലൊന്നും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഈ സവാള എല്ലാം ഒന്ന് തളർന്ന് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. എന്നാലും ബ്രൗൺ കളറൊന്നും ആവുകയും വേണ്ട. ഇതിലേക്ക് ഇച്ചിരി ഉപ്പും ഇനി പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഉണ്ട പച്ചമുളകില്ലേ, നല്ല എരിവുള്ളത്. ഈ ഞണ്ട് നമ്മൾ കഴിക്കുമ്പോഴേ നല്ല എരിവ് നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ കഴിക്കുമ്പോൾ എരിഞ്ഞെരിഞ്ഞ് കഴിക്കത്തില്ലേ, അത് നല്ല സ്വാദാണ് അങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഉണ്ട പച്ചമുളകായിട്ടിരിക്കുന്നത്, നല്ല എരിവായിരിക്കും. ഇത്രയും വഴന്ന് വന്നാൽ മതി. ഇനി നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, അപ്പോൾ അതിനധികം എരിവുണ്ടാവില്ല. ഇനി ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനതിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല. പൊടികൾ കരിഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഒരുവിധം ഒന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇച്ചിരി വെള്ളം ഇറങ്ങത്തില്ലേ. ഞാൻ ഈ തക്കാളിയുടെ സ്കിന്ന് കളഞ്ഞിട്ടാട്ടോ എടുത്തിരിക്കുന്നത്. തക്കാളിയുടെ വെള്ളം ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ പൊടികളൊട്ടും കരിയൂല. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയെല്ലാം നല്ല വെന്ത് ഉടഞ്ഞ് വരണം. അതുവരെ നമുക്ക് ഇതുപോലെ വഴറ്റിയെടുക്കാം. നമ്മൾ വേറെ മസാലപ്പൊടിയൊന്നും ചേർക്കരുത്. പെരുംജീരകം നന്നായിട്ട് പൊടിച്ചിട്ട് തന്നെ 2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഞാനിവിടെ 1 കിലോ ഞണ്ടാട്ടോ എടുത്തിരിക്കുന്നത്. നല്ല നാടൻ ഞണ്ടാണ്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഉണ്ടോ, ഇപ്പോൾ ഈ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ വരണം. നന്നായിട്ട് വഴന്ന് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കുമ്പോൾ ഇതുപോലെ ആവും. ഇനി നമുക്ക് ഞണ്ട് ചേർക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഞണ്ട് ചേർക്കാം. ഈ ഞണ്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയേക്കണ വെള്ളം കേട്ടോ അത്. ഞാൻ പ്രത്യേകം വെള്ളമൊന്നും ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇനിയും നമ്മളിത് വേഗം തോറും ഞണ്ടിൽ നിന്ന് അല്പം വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൽ തന്നെയാണ് ഇത് വേവേണ്ടത്. വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിക്കണം. ഈ ഞണ്ടങ്ങ് വെന്ത് വരുമ്പോഴേക്കും ഞണ്ടിൻ്റെ കാലിൻ്റെ തോടെല്ലാം നല്ല ഒരു റെഡ് കളറായിട്ട് വരും. അതുവരെ നന്നായിട്ട് വേവിക്കാം. ഞണ്ടൊക്കെ പെട്ടെന്ന് വേകുന്നതാട്ടോ, പെട്ടെന്ന് വേവും ഞണ്ടെല്ലാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞണ്ടിൻ്റെ കാലൊക്കെ പൊട്ടിച്ചിട്ടില്ലെങ്കിലേ നമുക്ക് കഴിക്കുമ്പോൾ പിന്നെ നമ്മളത് പൊട്ടിക്കാൻ നമ്മൾ നടക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് കാലെല്ലാം തല്ലി ചതച്ചെടുക്കുന്നത്. എന്നിട്ടാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇത് പൊടി കഷ്ണങ്ങളുണ്ടാവും, അതെല്ലാം മാറ്റണം. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഞാനിത് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ്. ഉണ്ടോ, മൂടി വെച്ച് വേവിച്ച് കഴിയുമ്പോഴേക്കും ഈ ഞണ്ടിൻ്റെ ഷെല്ലിൻ്റെ കളറൊക്കെ റെഡായിട്ട് വരും. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ വെള്ളത്തിൽ തന്നെ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കഴിക്കാം, തേങ്ങാപ്പാൽ ഒഴിക്കാതെ ഇതുപോലെയും കഴിക്കാം, നല്ല രുചിയാണ്. ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർക്കാണ്. എരിവ് നല്ല എരിവോടെ കഴിക്കാനാണ് ഇത് നല്ല സ്വാദായിട്ടുള്ളത്. അപ്പോൾ എരിവ് ആവശ്യത്തിന് ചേർക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിരിക്കുന്നത്. സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു 1.5 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതിയാകും. ഇനി തേങ്ങാപ്പാൽ ഒരു അരമുറി തേങ്ങയുടെ പാലാണ് കേട്ടോ. നല്ല കട്ടിയായിട്ട് തന്നെ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് പാൽ പിഴിഞ്ഞെടുത്താണ്. മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യും, അപ്പോൾ നല്ലോണം പാൽ വരും. അങ്ങനെയാണ് ആ തേങ്ങാപ്പാൽ ഞാൻ എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിക്കുക, ഒന്ന് നല്ലോണം തിള വരുമ്പോഴേക്കും ഇത് ഓക്കെയാണ്, നമുക്ക് ഇറക്കി വയ്ക്കാം. തേങ്ങാപ്പാലിൻ്റെ മധുരം അല്പം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് തിളപ്പിക്കുന്നത് കേട്ടോ. നന്നായിട്ട് തിളപ്പിക്കാം. ഇത് സൂപ്പർ കറിയാണ് കേട്ടോ. ഈ ടൈമിൽ നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇത് നമുക്ക് ഇറക്കാം.